നീറ്റ് എക്സാമിൽ എല്ലാവരുടെയും പേടി സ്വപ്നമാണ് എക്സാമ്പിൾസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മുടെ ബയോളജിയിലാണെന്നുണ്ടെങ്കിലോ അത് 60 മാർക്കിന് മുകളിൽ എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ എങ്ങനെയാണ് ഈ എക്സാമ്പിൾസ് ഒക്കെ ഓർത്തിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ പ്ലാൻ കിങ്ഡം ചാപ്റ്ററിൽ ആൽഗേന്റെ എക്സാമ്പിൾസ് ഒരു 14 ആൽഗേന്റെ എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അവിടെ മെയിൻ ആയിട്ടുള്ള 14 എക്സാമ്പിൾസ് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ള ഒരു കാര്യം നോക്കിയേക്കാം. നമുക്കറിയാം ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ ആൻഡ് റൊഡോഫൈസിയെ എന്ന് പറഞ്ഞ 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആ ക്ലാസിഫിക്കേഷൻസിന് അകത്താണെങ്കിലോ 14 ആൽഗേന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ്, ഇത് ക്ലോറോഫൈസിയിലാണ്, ഫിയോഫൈസിയിലാണ് ഇല്ലെങ്കിൽ റൊഡോഫൈസിയിലാണ് എന്നുള്ള കാര്യം അറിയണം. നോക്കാം അല്ലേ. ഒന്ന് ക്ലോറോഫൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാമിഡോമോണാസ്, സ്പൈറോഗൈറ, യുലോത്രിക്സ്, വോൾബോക്സ്, ക്യാര എന്ന് പറയുന്ന 5 ആൽഗേന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഓർത്ത് വെക്കാനായിട്ട് നമ്മൾ നേരെ ഒരു കോഡ് എഴുതാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ ക്ലോറോഫൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഗ്രീൻ ആൽഗയാണ് എന്നുള്ള കാര്യം നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല അല്ലേ. ഗ്രീൻ ആൽഗയാണ്. അപ്പൊ ഇത് ഓർക്കാനായിട്ട് നമ്മൾ ഒറ്റ ഒരു കോഡ് ഓർത്താൽ മതി. നമ്മുടെ മലയാളത്തിൽ നമ്മുടെ ഒരു സിനിമാ നടനുണ്ട്, നമ്മുടെ കുഞ്ചാക്കോ ബോബൻ അല്ലെ, കുഞ്ചാക്കോ ബോബൻ. അപ്പൊ ഈ കുഞ്ചാക്കോ ബോബനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, ചാക്കോച്ചൻ എന്നൊരു പേര് നമ്മൾ വിളിക്കാറുണ്ട്, ചാക്കോച്ചൻ. അപ്പൊ നമ്മൾ ഈ എക്സാമ്പിൾ ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും ഇതൊക്കെ ഇങ്ങനെയാണോ പഠിക്കേണ്ടതെന്ന് ആലോചിക്കും. പക്ഷേ നമുക്ക് എങ്ങനെയെങ്കിലും ഈ സാധനം മറക്കാതെ ഓർത്തിരുന്നാൽ മതി. അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് കേട്ടോ ഇത്. അപ്പൊ ഈ ചാക്കോച്ചന് നമ്മൾ നേരെ ഒരു പേര് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ക്ലാമിഡോമോണാസ് ഒരു പേര് കൊടുക്കാൻ പോവുക. ചാക്കോച്ചൻ, ചാക്കോച്ചൻ, ക്ലാമിഡോമോണാസ്. ഇനി നമ്മൾ നോക്കുവാണ്, ചാക്കോച്ചന്റെ SUV കാർ ഗ്രീൻ ആണ് എന്ന് ഓർക്കുക. ഗ്രീൻ ആണ്. ഈ ഒറ്റൊരു കോഡ് ഓർത്താൽ മതി. ക്ലോറോഫൈസ് നിങ്ങൾ ഒരു കാലത്തും മറക്കാൻ പോകുന്നില്ല. ചാക്കോച്ചന്റെ SUV കാർ ഗ്രീൻ ആണ് എന്ന കോഡ് ഓർക്കുക. അപ്പൊ ഈ ചാക്കോച്ചൻ എന്ന് പറയുമ്പോൾ ചാക്കോച്ചന് നമ്മൾ ഒരു പേര് കൊടുക്കുകയാണ്, ക്ലാമിഡോമോണാസ് എന്നൊരു പേര് കൊടുക്കുകയാണ്. ഈ SUVന്റെ S ഫോർ സ്പൈറോഗൈറ, U ഫോർ യുലോത്രിക്സ് ആൻഡ് V ഫോർ വോൾബോക്സ് ആൻഡ് ക്യാര എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർ എന്നൊരു പേര് കൊടുത്തത്. കാർ എന്ന് പറയുമ്പോൾ ക്യാരയാണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യും, മനസ്സിൽ വന്നോളും. ആൻഡ് ഇത് ഗ്രീൻ ആണെന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ ഗ്രീന്? ഗ്രീൻ ആൽഗയാണ് എന്ന് അറിയിക്കാനാണ് നമ്മൾ ഗ്രീൻ എന്നുള്ള കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പൊ ചാക്കോച്ചന്റെ SUV കാർ ഗ്രീൻ ആണെന്നൊരു കോഡ് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോറോഫൈസ് നമുക്ക് റെഡിയായി. ഇനി അതല്ല, ഇത് മിക്സഡ് ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് പ്രശ്നം വരുന്നുള്ളത് അടുത്ത എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫിയോഫൈസിന്റെ എക്സാമ്പിൾ ആണ് നമുക്ക് അറിയേണ്ടത്. ചാക്കോച്ചനെ നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇനി എടുക്കാൻ പോകുന്നത് നമ്മുടെ ദുൽഖർ സൽമാനെയാണ്. ദുൽഖർ സൽമാൻ നമുക്കൊരു കോഡ് പറയും, നമ്മൾ DQ എന്ന് വിളിക്കാറുണ്ട് അല്ലേ. ദുൽഖർ സൽമാന്റെ ഷോർട്ട് ഫോം ആണ് DQ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ DQ അതായത് നമ്മുടെ ദുൽഖർ സൽമാൻ DQ ബ്രൗൺ ഷർട്ടില്, ഒരു ബ്രൗൺ ഷർട്ടില് സെൽഫി എടുക്കുന്നു എന്നൊറ്റൊരു കോഡ് നമ്മുടെ മനസ്സിൽ വരണം. DQ ബ്രൗൺ കളർ ഷർട്ടിൽ സെൽഫി എടുക്കുന്നു. അപ്പൊ DQ എന്ന് പറയുമ്പോൾ ഒരു സിനിമാ നടനൊക്കെയാണ്. നമ്മൾ വേണമെങ്കിൽ നമുക്ക് റെസ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ സാർ എന്ന് വേണമെങ്കിൽ വിളിച്ചേക്കാം, DQ സാർ എന്ന് വിളിച്ചേക്കാം. DQ സാർ ബ്രൗൺ കളർ ഷർട്ടിൽ സെൽഫി എടുക്കുന്നു ഒറ്റൊരു കോഡ് ഓർത്തിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. DQന് നമ്മൾ ഡിക്റ്റിയോട്ട എന്ന് ഓർത്താൽ മതി. ക്ലാമിഡോമോണാസിന് നമ്മൾ നേരെ ചാക്കോച്ചൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ DQന് ഡിക്റ്റിയോട്ട എന്നുള്ള പേര് കൊടുക്കുക. എന്നിട്ട് ഈ സെൽഫിന്റെ S ഫോർ സർഗാസം ആൻഡ് E ഫോർ എക്ടോകാർപ്പസ്, L ഫോർ ലാമിനാരിയ, F ഫോർ ഫ്യൂക്കസ്. മനസ്സിലായോ? ഇത് കണ്ടോ, D സെൽഫ് എന്നൊരു കോഡ് ഇവിടെ കിടക്കുന്നത് കണ്ടോ. അപ്പൊ DQന്റെ കൂടെ ബ്രൗൺ കളർ ഷർട്ടിൽ സെൽഫി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഭവം സെറ്റായി, ഫിയോഫൈസ് സെറ്റായി. ബിക്കോസ് നമുക്കറിയാം ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാ, നമ്മുടെ ബ്രൗൺ ആൽഗയാണ് ഫിയോഫൈസ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ DQന്റെ ഡിക്റ്റിയോട്ട, S ഫോർ സർഗാസം, E ഫോർ എക്ടോകാർപ്പസ്, L ഫോർ ലാമിനാരിയ ആൻഡ് F ഫോർ ഫ്യൂക്കസ്. അത് നമുക്ക് സെറ്റായല്ലോ. ഇനി DQ സാർ എന്ന് എന്തിനാ വിളിച്ചെന്നൊരു കൺഫ്യൂഷൻ വരാം. അപ്പൊ ഒറ്റൊരു കാര്യം ഓർത്തോളുക, ഇവിടേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ ക്ലോറോഫൈസിൽ CSUVC അതിന് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ഒറ്റ ഒരു ലെറ്ററേ ഉള്ളൂ, അത് S ആണ്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരാം, ഈ S ഫോർ സ്പൈറോഗൈറയാണോ S ഫോർ സർഗാസം ആണോ എന്നൊരു കൺഫ്യൂഷൻ വരാം. അതിനാണ് നമ്മൾ DQ സാർ എന്ന് വിളിച്ചത്. DQ സാർ, സാർ സർഗാസം, സാർ സർഗാസം. കണ്ടോ? അപ്പൊ അങ്ങനെ അത് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൊഡോഫൈസെ മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ പോളിസിഫോണിയ, പോർഫൈറ, ഗ്രസില്ലേറിയ, ജെലീഡിയം. അപ്പൊ ഇത് സംഗതി എളുപ്പമാണ്. സിനിമാ നടന്മാരുടെ പേര് വെച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നേരെ P² G² എന്നുള്ള ഒറ്റൊരു കാര്യം ഓർത്തോളുക. ഇല്ലെങ്കിൽ PG എന്ന് ഓർത്തോളുക, ഇല്ലെങ്കിൽ PP എന്ന് ഓർത്തോളുക, ഇല്ലെങ്കിൽ GP എന്ന് ഓർത്തോളുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ P² G² എടുത്താൽ മതി, അതാണ് ഏറ്റവും എളുപ്പം. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഈ P² G² എന്നൊക്കെ ഞങ്ങൾ ഓർത്ത് വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെയാണ് അവിടെ പോയി എക്സാമിന് എഴുതാൻ ആയിരിക്കും. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അവിടെ എക്സാമ്പിൾസ് ഈ പറഞ്ഞ ഒരു 4 ഓപ്ഷൻ നമുക്കുണ്ടല്ലോ, അതിലേതെങ്കിലും ഈ പറഞ്ഞ ഇതിന്റെ പേരുകളായിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറഞ്ഞ 14 ആൽഗന്റെ പേര് നമ്മൾ വെറും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ എന്തായാലും ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും, ഉറപ്പ് കേസാണ്.
ആണ്. അപ്പൊ ഇങ്ങനെയുള്ള മോർ വീഡിയോസ് ആയിട്ട് ഇതൊരു പാർട്ട് 1 മാത്രമാണ്. ഇങ്ങനെയുള്ള എക്സാമ്പിൾസുകളും ബാക്കിയുള്ള കോഡുകൾ നിമോണിക്സ് ഒക്കെ പഠിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അത് മറക്കരുത്. ഓക്കെ അല്ലേ?